Boche Gold and Diamonds. Buy now, pay later. KSSPA മുൻ നേതാവ് അന്തരിച്ച വിക്രമൻ നായർ അനുസ്മരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KA പോൾ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷനായി. PD സുവർണൻ, KK ശൈലജ, അനന്തകൃഷ്ണൻ, ആന്റണി, ജമീല, പ്രഫുൽ കുമാർ എന്നിവർ സംസാരിച്ചു. പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ നിന്ന് തൃശൂരിലേക്ക് എത്താവുന്ന കൂട്ടുപാത ചെറുതുരുത്തി റോഡിലാണ് ഈ അവസ്ഥ. 1 കിലോമീറ്ററിനുള്ളിൽ മാത്രം വരുന്ന ദൂരമേ ഈ റോഡിനുള്ളൂ. ചെറുതും വലുതുമായി 100 കണക്കിന് വാഹനങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്റർലോക്ക് ടൈൽ വിരിച്ച് നവീകരിച്ചതിന് ശേഷമാണ് ജലജീവൻ കുടിവെള്ള പൈപ്പിടാൻ റോഡിന്റെ നടുവിലൂടെ ആഴത്തിൽ ചാല് കീറി പൈപ്പിട്ട് മണ്ണിട്ട് മൂടിയത്. മഴ പെയ്താൽ മഴ കയറ്റുന്നത് വെള്ളം അത്ര ഇതിലെ ഒലിച്ചു വരുന്നത്. ഞാനൊക്കെ നടന്നു പോകാൻ പോലും നിവൃത്തിയില്ല, സ്കൂട്ടിമ കൊണ്ടായിട്ട് പോകാൻ നിവൃത്തിയില്ല. 5 പ്രാവശ്യം ഈ 5 അടുത്താണ് ഈ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നത്. റോഡ് പണി കഴിഞ്ഞാൽ 5 അടുത്ത് എണ്ണീട്ട് ഇവിടെ പറഞ്ഞു തരാം, സ്ഥലം കാണിച്ചു 5 അടുത്ത പൈപ്പ് പൊട്ടിയത്. ആ റോഡ് പൈപ്പ് പൊട്ടും, കുത്തി പൊളിക്കും, അവരങ്ങനെ ഇട്ട് പോകും. അങ്ങനെ റോഡങ്ങ് കേട് വന്നു. അതിനുശേഷമാണ് ഈ വാതിൽ വന്നിട്ടുള്ളത്. പൈപ്പിടൽ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും റോഡ് പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ല. നടുവിലൂടെ വലിയ ചാലുള്ള റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ യാത്ര സാഹസിക യാത്രയായി മാറി. മഴയിലെ ചളിക്കെട്ടിൽ കുഴിയറിയാതെയുള്ള അപകടങ്ങളും നിത്യസംഭവമാണ്. കാൽനടയാത്രയും പറ്റുന്നില്ല. തൃത്തല പഞ്ചായത്തിന്റെ കീഴിലാണ് റോഡുള്ളത്. വലിയൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.